ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1152 ദിവസമായ ഇന്ന് 2024 ജൂലൈ മാസം 10 ബുധനാഴ്ച, 1199 ആണ്ട് മിഥുനമാസം 26 ഗുരുവചനങ്ങളിലൂടെ ചാരിത്രശുദ്ധിക്ക് യാതൊരു ഭംഗവും ഏൽക്കാതെ തൻ്റെ പ്രാണനാഥന് ഹിതകാരിയായും സൽപ്പേരിന് കളങ്കം വരുത്താതെയും വർത്തിക്കുന്നവൾ ഉത്തമ സ്ത്രീയായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഉത്തമയായ സ്ത്രീ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചാരിത്രശുദ്ധിക്ക് യാതൊരു ഭംഗവും ഏൽക്കാതെ തൻ്റെ പ്രാണനാഥന് ഹിതകാരിയായും സൽപ്പേരിന് കളങ്കം വരുത്താതെയും വർത്തിക്കുന്നവൾ ഉത്തമ സ്ത്രീയായിരിക്കും. ഓരോ സൃഷ്ടിക്ക് പിന്നിലും പ്രകൃതിയുടെ ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് പാലിക്കുമ്പോഴാണ് ഓരോ സൃഷ്ടിയുടെയും ജീവിത ലക്ഷ്യം പൂർത്തിയാകുന്നത്. ഒരു മാവ് തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും പാകമായ ഫലങ്ങളെ അടർത്തുകയും ചെയ്യുന്നത് അതിൻ്റെ ധർമ്മമാണ്. ഒരു പുഴ ഒഴുകുന്നതും കടന്നു പോകുന്നതും പ്രദേശങ്ങളെ തണുപ്പിക്കുന്നതും മറ്റുള്ളവയുടെ ദാഹമകറ്റുന്നതും അവസാനം സമുദ്രത്തെ പ്രാപിച്ച് അതായിത്തീരുന്നതും അതിൻ്റെ ധർമ്മമായിരിക്കുന്നു. ഇതെല്ലാം ഓരോ വിധത്തിൽ ഓരോ ആത്മസമർപ്പണങ്ങളാണ്. ഇങ്ങനെ മനുഷ്യർക്കും ആത്മസമർപ്പണത്തിൻ്റേതായ ഒരു ധർമ്മമുണ്ട്. ഒരു സ്ത്രീ ധർമ്മിഷ്ഠയായ ഒരു സ്ത്രീയായിത്തീരുന്നത് തൻ്റെ ആത്മനാഥനായിരിക്കുന്ന ഭർത്താവിന് വേണ്ടി പാതിവൃത്യത്തിൽ യാതൊരു കളങ്കവും വരുത്താതെയും സ്വന്തം സൽപ്പേരിന് യാതൊരു ഹാനിയും വരുത്താതെയും ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ്. ഒരവസ്ഥയിലും തനിക്ക് വേണ്ടി എന്നവൾ ചിന്തിക്കുന്നില്ല. ഭർത്താവിൻ്റെ ക്ഷേമത്തിനു വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നല്ല സ്ത്രീ എപ്പോഴും ചിന്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നു. അവൾക്ക് സ്വാർത്ഥതയല്ല, പരാർത്ഥതയാണുള്ളത്. ഏതെങ്കിലും അവസ്ഥയിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭർത്താവിനോ മറ്റേതെങ്കിലും കുടുംബാംഗങ്ങൾക്കോ ദോഷം വരുന്ന നിലയിൽ തെറ്റുകളുണ്ടായിപ്പോയാൽ അത് രഹസ്യമായി സൂക്ഷിക്കാതെ തെറ്റുകൾ തിരുത്തി കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ വിവേകം കാട്ടുന്ന സ്ത്രീക്ക് കുടുംബജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ വലിയ പരാജയങ്ങളുണ്ടാവുകയില്ല. അവൾ ഉത്തമയും വിവേകമതിയുമായ യഥാർത്ഥ സ്ത്രീയായിരിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.